ഹായ്. അപ്പം ഞാനിപ്പോൾ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ. ഒരു മാസത്തെ ഉത്സവമാണ്, ജലോത്സവം എന്ന് വേണമെങ്കിൽ പറയാം. മഴക്കാല ഉത്സവമാണ് അക്കരെ കൊട്ടിയൂരിൻ്റെ പ്രത്യേകത. ഞങ്ങൾ രാത്രി ഒരു 12 മണിക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു 5:30 കഴിഞ്ഞപ്പോൾ വന്നിറങ്ങി. അവിടെ നിന്ന് ഒരു 40 രൂപ കൊടുത്ത് ഓട്ടോ പിടിച്ച് നേരെ തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെ KSRTC ബസ്സുകൾ ധാരാളം കിടപ്പുണ്ട്. ഒരു മിനിറ്റ് ഇടവിട്ട് നമ്മുടെ തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സുകൾ കൊട്ടിയൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ബസ് കിട്ടാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ 2 മണിക്കൂർ യാത്രയുണ്ട് തലശ്ശേരിയിൽ നിന്ന് കൊട്ടിയൂർ അമ്പലം വരെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മഴക്കാല ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ കൊട്ടിയൂർ എത്തിക്കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ബസ് ദേവൊക്കെ ഇവിടെ വന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു വരുന്ന വഴിക്ക്. ഇതാണ് കേട്ടോ കൊട്ടിയൂരിൻ്റെ പാർക്കിംഗ് ഭാഗം. ഇവിടെ നിന്ന് ഒരു 100 മീറ്ററോളം നമ്മൾ നടന്ന് കയറി പോകണം കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഹോട്ടൽ പെരുമാൾ ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇന്ന് അമ്പലത്തിലേക്ക് എൻ്റെ കൂടെ വന്നത് അച്ചു ഉണ്ട്, പിന്നെ അജു ഉണ്ട്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാനാ. ഇവിടെ തിരിഞ്ഞിപ്പം ഉപ്പാവ് മാത്രമേ ഉള്ളൂ, ബാക്കി ഫുഡെല്ലാം തീർന്നായിരുന്നു. ഞങ്ങൾ ഉപ്പാവൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാവാൻ പോവാണ്. നമ്മൾ ബസ് പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 30 മീറ്ററോളം മുന്നോട്ട് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇക്കരെ കൊട്ടിയൂരിൻ്റെ ആ ഒരു കവാടവും അക്കരെ കൊട്ടിയൂരിൻ്റെ കവാടവും നമുക്ക് കാണാൻ പറ്റും. ഇക്കരെ കൊട്ടിയൂരിൽ ഇപ്പോൾ ഉത്സവമൊന്നുമില്ല. ഇപ്പോൾ ഉത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂരിലാണ്. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂരിൽ ഉത്സവം ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമ്മൾ നേരെ ഒന്നുകിൽ അക്കരെ കൊട്ടിയൂരിൻ്റെ കവാടത്തിലൂടെ അകത്തേക്ക് നേരെ കയറി പോകാം. അവിടെ നിന്ന് മുതലേ ക്യൂ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അമ്പലത്തിൻ്റെ താൽക്കാലിക അമ്പലത്തിൻ്റെ അവിടം വരെ. പക്ഷെ നമുക്ക് ഞങ്ങൾ നേരെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് പോയിട്ട് കുറച്ച് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാവലിപ്പുഴ ഉണ്ട്. ഓടപ്പൂക്കളെല്ലാം എല്ലാ കടകളിലും ന്യായമായ ഓടപ്പൂക്കൾ കിടപ്പുണ്ട്. നമുക്ക് തിരിച്ച് വരുമ്പോൾ എന്തായാലും വാങ്ങിക്കാം. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഓടപ്പൂക്കൾ. മുള കൊണ്ട് ചതച്ച് പ്രത്യേക രീതിയിൽ രൂപപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഓടപ്പൂക്കൾ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണെന്ന്. ഒരു ജനസമുദ്രം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വരുമ്പോൾ ഞാൻ KSRTCയിലാണ് അവിടെ നിന്ന് വന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് KSRTCയിലാണ് വന്നത്. അപ്പോൾ പക്ഷേ ബസ്സൊക്കെ ഒരു 6 കിലോമീറ്റർ വരെ ബ്ലോക്കായിരുന്നു കേട്ടോ. അത് തിരക്കുള്ള ദിവസത്തെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. അല്ലാത്ത ദിവസം അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് രാവിലെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ദൂര സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തിരിച്ച് ചിലപ്പോൾ നമുക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല. ഇതാണ് ബാവലിപ്പുഴയുടെ തീരം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ ചെറിയ ബണ്ട് പോലെ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുളിക്കാനും അങ്ങനെയൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുളിച്ചിട്ട് നേരെ അക്കരെ കൊട്ടിയൂർക്ക് തൊഴുവാനായിട്ട് കയറുന്നത് വളരെ നന്നായിരിക്കും. ഇതൊരു താൽക്കാലിക മണൽച്ചാക്കുകളും ഒക്കെ ഇട്ട് നിറച്ചിരിക്കുന്ന ബണ്ടാണ്. ഈ ബണ്ട് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങേ അറ്റത്ത് എത്തുമ്പോൾ ചെറിയ വെള്ളത്തിലൂടെ കടന്ന് കയറിയിട്ട്, അതായത് മുട്ടറ്റം വെള്ളമില്ല എന്നാലും അതിലൂടെ കടന്ന് കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് കയറാൻ. അതല്ലെങ്കിൽ ആ കാണുന്ന പാലം കണ്ടോ, ആ പാലം വഴി നമുക്ക് ഇങ്ങനെ ചുറ്റി കറങ്ങി കയറി വരാം. ഞങ്ങൾ ഇതുവഴി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ പാലത്തിലും കൂടി ജസ്റ്റ് കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അത് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ കാണാം, പാലത്തിലൂടെ കയറി പോകുന്നത്. ഈ തീരങ്ങളിൽ വന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും നേരെ നമ്മൾ ആ ഓപ്പോസിറ്റ് കാട് പോലെ കാണുന്നുണ്ട്, അതുവഴി നേരെ കയറി അക്കരെ കൊട്ടിയൂരിൻ്റെ താൽക്കാലിക ക്ഷേത്രം ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും.
ഇതെല്ലാം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ മറ്റൊരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, കാടിനോട് ചേർന്നുള്ള ഒരു ഭാഗം. അപ്പോൾ അത്രയും ആളുകൾ അപ്പുറത്തെ സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ തിരക്ക്, ഇപ്പോൾ ഇവിടെ കാണുന്ന തിരക്ക് ആ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ തിരക്ക് സമയത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ശബരിമല കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസത്തെ ഉത്സവ കാലയളവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ അമ്പലം. കൊട്ടിയൂരപ്പനെ കാണുന്നതിനും തൊഴുന്നതിനും വേണ്ടിയിട്ട് അത്രയധികം ആളുകളാണ് ഈ ഒരു മാസ കാലയളവിൽ, ഈ വൈശാഖ മാസത്തിലെ ചോതി നാളിൽ തുടങ്ങുന്ന ഈ ഉത്സവത്തിൽ ഇത്രയധികം ആളുകളാണ് വന്നു പോകുന്നത്. ശബരിമലയുടേത് പോലെ തന്നെയുള്ള മറ്റു ചില പ്രത്യേകതകളും കൊട്ടിയൂരമ്പലത്തിനുണ്ട്. സ്ത്രീകൾക്ക് മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂരമ്പലത്തിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ നെയ്യാട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് പിന്നെ കൊട്ടിയൂരമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ബ്രാഹ്മണ സ്ത്രീകളും കൊട്ടിയൂരമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് പണ്ട് കാലം മുതലേയുള്ള ചില ചിട്ടകളും ശീലങ്ങളും ഒക്കെയാണ്. നമുക്കറിയാം, വേനൽക്കാലത്ത് മഴ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴാണ്, മെയ് മാസം മഴ തുടങ്ങുന്ന സമയമാകുമ്പോഴാണ് കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ കാണുന്ന പ്രദക്ഷിണ വീതിയുണ്ടല്ലോ, പ്രദക്ഷിണം പോകുന്ന ഈ ഒരു വഴിയിൽ ഈ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് വെള്ളം നിറയ്ക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൂടെ, ഈ വെള്ളത്തിലൂടെ നടന്ന് വേണം നമ്മൾ കൊട്ടിയൂരപ്പനെ തൊഴുത് കടന്ന് വരാനായിട്ട്. അപ്പോൾ ആ താൽക്കാലിക ക്ഷേത്രങ്ങളും അതിനോടനുബന്ധമായ താൽക്കാലിക മറ്റ് ഷെഡുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ഈ ചുറ്റും കാണുന്നത്. എല്ലാം ഓലയിലും മുളയിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ വെള്ളത്തിലൂടെ നടന്നാണ് എല്ലാവരും പ്രദക്ഷിണം വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രദക്ഷിണം വയ്ക്കാൻ നേരത്ത് പുരുഷന്മാർ ഷർട്ട് ഉപയോഗിക്കാൻ പാടില്ല. ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു ആചാര രീതികളാണ് കൊട്ടിയൂരമ്പലത്തിലുള്ളത്. ഈ കൊട്ടിയൂരമ്പലത്തിൽ നിങ്ങൾ കാണുന്ന ഈ ഷെഡുകൾ എല്ലാം തന്നെ ഓരോ ജാതിക്കാരും അവരുടെ പ്രതിനിധികളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതും, എല്ലാ ജാതിക്കാരുടെയും, ഇപ്പോൾ ബ്രാഹ്മണർ മുതൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇവിടെ ഷെഡുകൾ ഇങ്ങനെ കെട്ടുകയും അവരുടെ ഇതായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആദിവാസി മുതലായാലും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൊട്ടിയൂർ അപ്പനെ തൊഴുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഭക്തർക്കായിട്ടും മറ്റും ഇവിടെ പൂജാവിധികൾക്കായിട്ടും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഷെഡുകളെല്ലാം ഉണ്ടാക്കുന്നത് തെങ്ങിൻ്റെ ഓല മെടഞ്ഞ് എടുത്തിട്ടും അതേപോലെ തന്നെ മുള ഉപയോഗിച്ചിട്ടും ഒക്കെയാണ്. അത് ഈ ഒരു മാസ കാലയളവിന് തൊട്ട് മുമ്പ് ഇതെല്ലാം ഇങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് ഈ ഒരു മാസ കാലയളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം അഴിച്ചു മാറ്റുകയും എല്ലാം ചെയ്യും. പിന്നീട് ഈ കാട്, ഈ പരിസരം എല്ലാം കാടിനു വേണ്ടി വിട്ടുകൊടുക്കും. ആ സമയത്തൊന്നും ആർക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല, പൂജയും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു കാലയളവ്, ഈ ഒരു മാസ കാലയളവ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പൂജയും എല്ലാം ഉള്ളത്. ഇതെല്ലാം തൊഴുന്നതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവരാണ് കേട്ടോ. അങ്ങ് ദൂരേന്ന് മുതലേ ക്യൂ നിന്ന് വരുന്നവരാണ്, തൊഴുവാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവരാണ് ഇതെല്ലാവരും. അപ്പോൾ ഇതൊരു ക്യൂ തുറന്നു വിട്ടപ്പോൾ എല്ലാവരും ഒന്നായിട്ട് പോകുന്നതാണ് കാണുന്നത്. സത്യത്തിൽ കൊട്ടിയൂർ ഒരു അത്ഭുതമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു മഹാത്ഭുതം. ഈ ഒരു പഴമയുടെ ആ ഒരു ഓലയും ഓല ഷെഡുകളും എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയാണ്. ഇനിയും കൊട്ടിയൂർ എന്ന് പറയുന്ന ഈ ഉത്സവത്തിന് വേണ്ടി വീണ്ടും വീണ്ടും വരണമെന്നും മഹാദേവനെ തൊഴുവണമെന്നും ഓരോ ഭക്തനെയും വീണ്ടും വീണ്ടും ഉത്തേജിപ്പിക്കുന്ന ഒരു മഹാത്ഭുതം. കൊട്ടിയൂർ അമ്പലത്തിനെ നമ്മൾ ദക്ഷിണകാശി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ശിവഭക്തിയായ സതീദേവി ദക്ഷൻ്റെ മകളാണ്. ദക്ഷൻ്റെ യാഗം നടന്ന സ്ഥലം കൂടിയാണ് ഈ കൊട്ടിയൂരെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിറങ്ങാനായിട്ട് വന്നപ്പോഴും ഇവിടെ
എൻട്രൻസ് മുതലുള്ള ക്യൂ ആയിട്ട് ഇപ്പോഴും നിൽക്കണം. പല സ്ഥലത്തായിട്ട് ബ്ലോക്ക് ചെയ്താണ് കയറ്റി വിടുന്നത്. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ തിരക്കത് ഇങ്ങനെ കാണാം. ഞങ്ങൾ ഇപ്പുറത്തെ ഇടവഴി മാറി കയറി വന്നേക്കാം. ശരിക്കും അമ്പലത്തിലേക്ക് പോകുന്ന വഴിഭാഗമൊന്നുമല്ല അത്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ മാറി ഞങ്ങൾ കയറി വന്നതാണ്. ദക്ഷൻ യാഗം നടത്തുന്ന സമയത്ത് ശിവനെ മാത്രം വിളിക്കുന്നില്ല, ബാക്കി എല്ലാവരെയും വിളിക്കുകയും ശിവനെ പരിഹസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിളിക്കാതിരിക്കുകയും ചെയ്യുന്നു. എങ്കിലും ദക്ഷൻ്റെ യാഗസമയത്ത് സതീദേവി ദക്ഷൻ്റെ യാഗസ്ഥലത്തേക്ക് എത്തുന്നു. ശിവൻ പോകണ്ട, പരിഹസിക്കപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സതീദേവി കേൾക്കുന്നില്ല. നേരെ യാഗസ്ഥലത്തെത്തുന്ന സതീദേവിയെ ദക്ഷനും മറ്റ് അനുബന്ധ ആളുകളും ചേർന്ന് പരിഹസിക്കുകയും അതിൽ മനം തൊന്ന സതീദേവി അവിടെ ആത്മാഹുതി ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിൽ കലിപൂണ്ട ശിവൻ്റെ സംഹാര താണ്ഡവത്തിൽ നിന്ന് വീരഭദ്രൻ ഉടലെടുക്കുകയും വീരഭദ്രൻ്റെ പ്രതികാര ഫലമായി ദക്ഷൻ്റെ യാഗസ്ഥലം നശിപ്പിക്കപ്പെടുകയും ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നു. ദക്ഷൻ്റെ താടി പിഴുതെടുത്തതിൻ്റെ ഓർമ്മ പോലെയാണ് ഓടപ്പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇടവത്തിലെ ചോതിനാളിലെ നെയ്യാട്ടത്തോടുകൂടി തുടങ്ങുന്ന ഈ വൈശാഖോത്സവത്തിന് വാങ്ങുന്ന ഓടപ്പൂക്കൾ എല്ലാവരും അടുത്ത വർഷത്തെ വൈശാഖോത്സവം വരെ തങ്ങളുടെ പൂജാമുറിയിലും മറ്റും സൂക്ഷിച്ച് വയ്ക്കും. ഈ വർഷത്തെ ഉത്സവത്തിന് തൊഴുതതിൻ്റെ എല്ലാ ഐശ്വര്യവും ആ ഒരു വർഷം ഈ ഓടപ്പൂക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ കൊട്ടിയൂരിൻ്റെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് വലിയ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. അങ്ങനെ ഭയങ്കര ചൂടുള്ള വെയിലും അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊട്ടിയൂരിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ജാതി മത ഭേദമന്യേ ഒരിക്കലെങ്കിലും നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൊട്ടിയൂരും പരിസരവും. വൈശാഖ മാസത്തിലെ ഈ ഉത്സവം കഴിഞ്ഞാൽ ഈ കാടും ഈ പരിസരവും എല്ലാം കാടിനും കാടിൻ്റെ പ്രതിനിധികൾക്കുമായി വിട്ടുകൊടുക്കും. വീണ്ടും ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. ഭഗവാനെ കാണുന്നതിനും തൊഴുന്നതിനും അങ്ങ് കൈലാസ ഹിമാലയവും ഇങ്ങ് സഹ്യനും ഒന്നാകുന്ന അങ്ങ് കാശ്മീരും ഇങ്ങ് കേരളവും ഒന്നാകുന്ന ഒരു അസുലഭ നിമിഷം. വീണ്ടും അടുത്ത വർഷവും ഭഗവാനെ കാണാൻ വരാം എന്ന പ്രതീക്ഷയോടുകൂടി, ആ സന്നിധിയിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് പിരിയാം. ശംഭോ മഹാദേവ.